നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ സുഖപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണയായിട്ട് മെഡിസിൻ കഴിക്കും, അത് കൃത്യമായും നിർബന്ധമായും കഴിച്ചിരിക്കണം. നമ്മൾ ഡോക്ടേഴ്സിനെ കാണിക്കും, അതും ചെയ്തിരിക്കണം. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്തെ ഷിഫായിന് വേണ്ടി വെച്ച കാരണങ്ങളാണ്. ഷിഫയാകണമെങ്കിൽ അള്ളാഹു തീരുമാനിച്ചേ മതിയാകൂ. അള്ളാഹുവിൻ്റെ ഖദർ ഖലാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണത്. അള്ളാഹു തീരുമാനിച്ചാൽ അത് ഷിഫയാകും എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആജിലായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർഷങ്ങളായി പലർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു അമലാണ്, ഒരത്ഭുത ദിക്റാണത്. യഥാർത്ഥത്തിൽ ആ ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ രോഗങ്ങൾ ഷിഫയാകും എന്നുറപ്പാണ്. അത്തരം ഫലം ലഭിക്കുമെന്നുറപ്പുള്ള അമലുകളാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഈ വിനീതനോട് പലരും പല രോഗങ്ങളും, ഓപ്പറേഷൻ ഉണ്ടെന്ന് പറയുമ്പോഴും, മുഴയുണ്ട് ഷിഫയാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്ന് പറയുമ്പോഴും, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പലർക്കും പറഞ്ഞു കൊടുത്തിട്ട് പല രൂപത്തിലും അവർക്ക് നല്ല റിസൾട്ട് ലഭിച്ച ഒരു ദിക്റും കൂടെയാണിത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചേർക്കാം. കേവലം 3-4 വരികൾ മാത്രമാണുള്ളത്. കുറേ ദിവസങ്ങൾ ചൊല്ലുമ്പോഴേക്ക് നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റും. പിന്നെ നമുക്കത് വളരെ എളുപ്പത്തിൽ ചൊല്ലാനും സാധിക്കുന്നതാണ്. അള്ളാഹു നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് ആജിലായ കാമിലായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തി നല്ല രൂപത്തിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മക്കളെ നമ്മളെ ഉത്തരവാദിത്വത്തോടുകൂടെ ഏൽപ്പിക്കാവുന്നതാണ്. അവർക്ക് പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, ഭൗതികമാവട്ടെ, അത് മദ്രസ വിദ്യാഭ്യാസമാവട്ടെ, എന്താണെങ്കിലും അവർക്ക് കഴിവുണ്ടോ നമ്മളവർക്ക് പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ തന്നെ കഴിവുണ്ടോ എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതേപോലെ തന്നെ എല്ലാത്തിനുമുപരി അവർക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടത് കൾച്ചറാണ്, അല്ലേ? ഒരു സംസ്കാരം ഉണ്ടായിരിക്കണം, ഒരു നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ പുതിയ കാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്താണ്, മാതാപിതാക്കൾ കഴുത്തറുത്ത് കൊല്ലുന്ന മക്കൾ, അല്ലേ? കള്ളുടിച്ച് വന്ന് ആക്രമിക്കുന്ന മക്കൾ. ഇത്തരം മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ചില സന്ദർഭങ്ങളിൽ മക്കളെ കാണുകയില്ല. മക്കൾ മയ്യത്ത് നിസ്കരിക്കാൻ പോലും വരാൻ അവർക്ക് സമയമില്ല, അവർക്കതിന് കഴിയുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരല്ലേ മുമ്പിൽ നിന്നിട്ട് മയ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ഉമ്മയുടെ ഉപ്പയുടെയൊക്കെ കാര്യങ്ങൾ ഏറ്റെടുത്ത് കാർമ്മികത്വം വഹിക്കേണ്ടത്. അവർക്കതിനുള്ള വിവരമില്ല. അവർ അതിൻ്റെ തൊട്ട് മുമ്പ് വരെ വേറെ എന്തൊക്കെയോ അവസ്ഥകളിലാണ്, അവർക്കതിനെക്കുറിച്ച് ചിന്തയില്ല. അപ്പോൾ അത്തരം മക്കളുണ്ടായതുകൊണ്ട് എന്ത് കാര്യമാണ്? അതിനാണല്ലോ നമ്മൾ ദുആ ചെയ്യുന്നത്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നല്ല മക്കളുണ്ടാവാൻ, കൺകുളിർമയാകുന്ന മക്കളുണ്ടാവാൻ, അങ്ങനെ മക്കളെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അവരെ ഏതെല്ലാം രൂപത്തിൽ ഉയർത്താൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ നമ്മൾ അവരെ ഉയർത്തും എന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചു തരും. അതേപോലെ തന്നെ നമ്മുടെ നോമ്പുതുറ, പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് വരികയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നോമ്പുതുറയിലേക്ക്, വിശുദ്ധ റമളാനിൽ ഏറ്റവും പുണ്യകരമായ ഒരു കർമ്മമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. ഒരു 10 പേരുടെയോ 20 പേരുടെയോ 50 പേരുടെയൊക്കെ നോമ്പുതുറ നൽകാൻ സഹായിക്കുന്നവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് അറിയിക്കാം. ഇത് വലിയൊരു പുണ്യകരമാകും. അടുത്ത റമളാനിന് നമ്മളുണ്ടാകുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കിട്ടിയത് നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ഫലം ലഭിക്കാൻ അത് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് പറയുന്നത്, നമുക്ക് എന്ത് രോഗങ്ങളുണ്ടെങ്കിലും ആ രോഗങ്ങളൊക്കെ മാറാൻ നമ്മൾ എല്ലാ വിഷയങ്ങളിലും ഡോക്ടറെ കാണിക്കണം, നമ്മളൊക്കെ കാണിക്കാറുള്ളവരാണ്. ആ കാണിക്കുന്ന സമയത്ത് തന്നെ, നമ്മൾ ആ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല ഫലം ലഭിക്കുന്ന ഒരു ദുആഇനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ദുആ നിങ്ങൾ കാണാതെ പഠിച്ചാൽ തീർച്ചയായും നഷ്ടമാകില്ല.
അത് ജീവിതത്തിൽ വലിയ ഉപകാരമുണ്ടാകാൻ കാരണമാകുന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെയാണത് ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണത് നമ്മൾ ഓതേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളത് കേട്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ ഈ ഒരു ദിക്ർ എന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അബൂദർദാ റളിയല്ലാഹുവിനോട് ഒരാൾ അവരുടെ പിതാവിന് മൂത്ര തടസ്സവും മൂത്രത്തിൽ കല്ലുമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും കേട്ട ഒരു മന്ത്രം പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തൊരു മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാ രോഗങ്ങൾക്കും ചെയ്യാം. അതോടൊപ്പം തന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മൂത്ര സംബന്ധമായ രോഗങ്ങൾ, മൂത്രത്തിൽ കല്ലുണ്ടാകൽ, കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവൽ, ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും. ഏത് രോഗങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും മൂത്ര തടസ്സമോ മൂത്രത്തിൽ കല്ലോ കിഡ്നിയിൽ സ്റ്റോണോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദുആഉം കൂടെയാണിത്. അപ്പോൾ നല്ല രൂപത്തിൽ തന്നെ ഇത് പകർത്തിയൊക്കെ ഒരു മിറാക്കിൾ അവിടെ സംഭവിക്കും. വളരെ പെട്ടെന്ന് ഷിഫയാകാൻ അത് കാരണമാകും. ഇത് ഏതാണ് ആ ദുആ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം. ആ ദുആ ഇതാണ്. ആ ദുആ ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചാൽ, റബ്ബുനല്ലാഹുല്ലദീ ഫിസ്സമാഇ തഖദ്ദസ് റബ്ബുനല്ലാഹുല്ലദീ ഫിസ്സമാഇ തഖദ്ദസ സ്മുക അംറുക ഫിസ്സമാഇ വൽ അർളി കമാ റഹ്മതുക ഫിസ്സമാ ഫജ്അൽ റഹ്മതക ഫിൽ അർള് എന്ന് തുടങ്ങുന്നതാണ്. ഇതിൻ്റെ അർത്ഥം തന്നെ വളരെ പവിത്രമേറിയൊരു അർത്ഥമാണ്. ഇതിങ്ങനെ നിർത്തി നിർത്തി ഓതിയാൽ മതി. റബ്ബുനല്ലാഹു ഫിസ്സമാവാത് റബ്ബുനല്ലാഹു ഫിസ്സമാ തഖദ്ദസ സ്മുക അംറുക ഫിസ്സമാ. അപ്പം ഇങ്ങനെ ഓരോന്നിങ്ങനെ മുറിച്ച് മുറിച്ച് ചൊല്ലാം. റബ്ബുനല്ലാഹുല്ലദീ ഫിസ്സമാ തഖദ്ദസ സ്മുക അംറുക ഫിസ്സമാഇ വൽ അർള് കമാ റഹ്മതുക ഫിസ്സമാ ഫജ്അൽ റഹ്മതക ഫിൽ അർള് യഗ്ഫിർ ലനാ ഹൗബനാ വഖതായാനാ അൻത റബ്ബുത് ത്വയ്യിബീൻ ഫഅൻസിൽ ശിഫാഅൻ മിൻ ശിഫാഇക വറഹ്മതൻ മിൻ റഹ്മതിക അലാ ഹാദൽ വജ്അ. വളരെ പവിത്രമേറിയൊരു ദുആയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയോ? റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആകുന്നു. റബ്ബുനല്ലാഹ്, നമ്മുടെ രക്ഷിതാവ് അള്ളാഹു ആകുന്നു. അല്ലദീ, എങ്ങനത്തെ അള്ളാഹുവാണ്? ഫിസ്സമാ, അവനാണ്. ഫിസ്സമാഇ തഖദ്ദസ സ്മുക്, അവൻ്റെ നാമം അത് പരിശുദ്ധമായിരിക്കുന്നു. ആകാശലോകത്ത് അവൻ്റെ നാമം പരിശുദ്ധമായിരിക്കുന്നു. അംറുക ഫിസ്സമാഇ വൽ അർള്, അവൻ്റെ അമ്രുക്ക, നിൻ്റെ കൽപ്പന, നിൻ്റെ ആജ്ഞ, ഫിസ്സമാഇ വൽ അർള്, അത് ആകാശത്തിലും ഭൂമിയിലും, കമ റഹ്മത്തുക ഫിസ്സമാ, ആകാശത്തിലുള്ളതുപോലെ ഭൂമിയിലും അതുണ്ടാകട്ടെ എന്നുള്ള അതിവിശിഷ്ടമായൊരു ദുആ ആണത്. ഫജഅൽ റഹ്മതക ഫിൽ അർള്, നീ നിൻ്റെ റഹ്മത്തിനെ ഭൂമിയിൽ ആക്കണേ എന്നാണ്. അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്ത് ഭൂമിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണ്. ഫജഅൽ റഹ്മതക ഫിൽ അർള്, ഇതൊക്കെ അള്ളാഹിൻ്റെ റഹ്മത്ത് ഭൂമിയിലുണ്ടല്ലോ, പിന്നെ ഇതിങ്ങനെ പറയുന്നതിന് ഒക്കെ ദുആ ആണ്. അള്ളാഹുവിനോട് നമ്മൾ അവനോട് ഇങ്ങനെ ദുആ ചെയ്യുന്നതിൻ്റെ രൂപമാണ്. അവനെ വാഴ്ത്തിയിട്ടും പുകഴ്ത്തിയിട്ടൊക്കെ ദുആ ചെയ്യണം. ചില ആളുകൾ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അള്ളാഹ് നമുക്ക് തരൂല എന്നല്ല, അള്ളാഹിനോട് ചോദിക്കണം എന്ന് ഖുർആനാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ്? കമാ റഹ്മതുക ഫിസ്സമാ ഫജഅൽ റഹ്മതക ഫിൽ അർള് വഗ്ഫിർ ലനാ ഹൗബനാ വഖതായാനാ അൻത റബ്ബുത് ത്വയ്യിബീൻ, നീയാണ് വൈദ്യന്മാരുടെ, ഡോക്ടർമാരുടെ രക്ഷകനാകുന്നു നീ, അവരെ പോറ്റുന്നവനാണ് നീ. ഫഅൻസിൽ ശിഫാഅൻ മിൻ ശിഫാഇക, അതുകൊണ്ട് നിൻ്റെ ഷിഫായിൽ നിന്നും ഷിഫയെ നീ ഇറക്കണേ. വറഹ്മത്തൻ മിൻ റഹ്മതിക, നിൻ്റെ റഹ്മത്തിൽ നിന്നും റഹ്മത്തിനെ നീ ഇറക്കണേ. അലാ ഹാദൽ വജ്അ, ഈ വേദനയിൽ നിന്നും, ഈ വേദനയ്ക്ക് പകരമായിട്ട് ഈ വേദനയിൽ നിന്നൊരു രക്ഷയും സമാധാനവും ഒക്കെ കിട്ടണേ എന്നാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ആശയം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇത് ഏത് രോഗങ്ങൾക്കും ഇത് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്നതാണ്. നല്ല ഫലമുള്ള ഒരു ദുആ ആണ്. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ ചെയ്യുക. റബ്ബുനല്ലാഹുല്ലദീ ഫിസ്സമാഇ തഖദ്ദസ സ്മുക അംറുക ഫിസ്സമാഇ വൽ അർളി കമാ റഹ്മതുക ഫിസ്സമാ ഫജഅൽ റഹ്മതക ഫിൽ അർള്. ആകാശഭൂമിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ഉള്ളതുപോലെ
ഭൂമിയിലും അള്ളാഹുവിൻ്റെ റഹ്മത്തൊക്കെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു ദുആഇൻ്റെ പദാണത്. അതേപോലെ തന്നെ വേദനയുള്ള ഭാഗത്തൊക്കെ കൈവച്ച് ഇത് ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നല്ല ഫലം ലഭിക്കും. നിങ്ങൾ ചെയ്തു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അമലുകളൊക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കതിൻ്റെയൊക്കെ റിസൾട്ട് അനുഭവേദ്യമാകുകയും കൂടി ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, ആജിലായ കാമിലായ ശിഫ നൽകണം അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ രോഗങ്ങൾ കാരണം പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും പലരുടെയും രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിക്കും. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.